മറ്റേ മൈക്കുണ്ട്, പക്ഷെ അവൻ പുറകിലാണ്. അല്ല, അവിടെ മൈക്ക് കിടക്കുന്നുണ്ടല്ലോ. സതീശന്റെ സമരഗേറ്റ് രമേശ് ചെന്നിത്തല പൂട്ടിച്ചു എന്ന് എഴുതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ആദ്യം തന്നെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടുത്തെ ആസ്ഥാനത്ത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉജ്ജ്വലമായ വിജയം ഞങ്ങൾ നേടിയെടുത്തു. ആ നേടിയെടുത്ത വിജയം ഈ സമൂഹവുമായി പങ്കുവെക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന്റെ ഭാഗമായി ഞങ്ങളൊരു പ്രകടനം നടത്തി. ആ പ്രകടനത്തിലേക്ക് ഡിവൈഎസ്പി ഏമാനോടും ഇവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണറും ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നിൽ നിൽക്കെ കല്ലേറുകളുടെ ഒരു സരമാരി തന്നെ ഞങ്ങളുടെ ദേഹത്തേക്ക് പെയ്തിറങ്ങിയപ്പോൾ ഞങ്ങൾ പ്രതിരോധിച്ചു. ആ പ്രതിരോധിച്ച ഞങ്ങളുടെ പ്രവർത്തകർക്ക് കിട്ടിയ സമ്മാനമാണ് ഇതാ എന്റെ പുറകിലിരിക്കുന്ന SFIയുടെ കേരള സംസ്ഥാന പ്രസിഡന്റിന്റെയും ഭാരത സെക്രട്ടറിയുടെയും കിരാത കോൺഗ്രസ് ഗുണ്ടാ സംഘമായി ഇവർ മാറിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. ആർക്കു വേണ്ടിയാണ്? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങൾ ആരെയാണ് മർദ്ദിച്ചത്? ഞങ്ങൾ ഏത് പൊതുമുതൽ നശിപ്പിച്ചത്? ഉത്തരം പറയാൻ ഈ കേരളത്തിലെ പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തു? എന്തിനായിരുന്നു ഞങ്ങൾക്കെതിരെ നരനായാട്ട്? ഞങ്ങളിൽപ്പെട്ട 15 പേരെ നിങ്ങൾ തല്ലിയോടിച്ചോ, കൈയടിച്ചോടിച്ചു, കാലടിച്ചോടിച്ചോ? ഞങ്ങളുടെ മുതുകത്ത് നിങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ പ്രഹരശേഷിയോട് നിങ്ങൾ ഞങ്ങളുടെ മുഖത്തും പുറത്തുമൊക്കെയും അടിച്ചു പൊളിച്ചു. തുടർച്ചയിൽ ഞങ്ങൾക്കെതിരെ പ്രയോഗിച്ചത്. പെൺകുട്ടികൾ, എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടായ ഘട്ടത്തിലേക്ക് 5 ഗ്രനേഡ് 2016 തൊട്ട് 26 വരെ എത്ര ഗ്രനേഡ് പൊട്ടിച്ചിട്ടുണ്ട് കേരളത്തിലെ പോലീസ് വിദ്യാർത്ഥി സമരത്തിനെതിരെ? ഉത്തരവുണ്ടോ? ഞങ്ങൾക്കെതിരെ എന്തിനാണ് നിങ്ങൾ ഉപയോഗിച്ചത്? ഞങ്ങൾ എന്തിനാണ് ഒരു ജലപീരങ്കിയുടെ ഹിറ്റ്റലിന്റെ ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കണം. 25 മീറ്ററിന്റെ ഇപ്പുറത്ത് വെച്ച മുഴുവൻ ഫുൾ ഫ്ലക്സ് പോസിൽ വിദ്യാർത്ഥികളുടെ നടുകത്തേക്കും പുറത്തേക്കും മുഖത്തേക്കും അടിച്ചേൽപ്പിക്കുകയാണ്. ഞങ്ങൾക്കെന്താ ചെവിയില്ലേ? ഞങ്ങൾക്കെന്താ ജീവിക്കണ്ടേ? ഈ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളത് ഞങ്ങൾ മരിച്ചു പോകാം. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം, മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, തിരികെ പോരാടാനാണ് പ്രേരിപ്പിച്ച് എവിടെയെങ്കിലും മാറ്റിയിരുത്താനായിരുന്നുവെങ്കിൽ ചരിത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല. 96 2000-ന്റെ ഇടവേളകളിൽ ഇന്ത്യയിലെമ്പാടുമുള്ള പോരാട്ട സമരങ്ങളിൽ ബ്രണ്ണൻ കോളേജിൽ അഷ്റഫിനെ കൊന്നപ്പോൾ ഏതായാലും ശക്തമായ പ്രതിഷേധമാണ് SFI പ്രവർത്തകർ അവിടെ ഉയർത്തുന്നത്. SFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PS സഞ്ജീവാണ് അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ അക്രമ സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ KSU പ്രവർത്തകർക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒപ്പം പിന്നെ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് VD സതീശൻ സർക്കാർ വ്യക്തമാക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇന്നലെയും തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടായത്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി SFI പ്രവർത്തകർ പ്രതിഷേധിക്കാൻ തീരുമാനിക്കുന്നത്. ഇന്ന് മലപ്പുറത്തും തൃശ്ശൂരിലുമൊക്കെയായി പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം 20 മിനിറ്റോളം നീണ്ടുനിന്ന പ്രതിഷേധ മാർച്ചായിരുന്നു. അത് അക്രമാസക്തമായിട്ടില്ല, പക്ഷേ അതിനിടയിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനു നേരെ പോലീസ് ജലപീരങ്കി പലതവണ പ്രയോഗിച്ചു. പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു, പക്ഷേ അത് ഉണ്ടായില്ല. അതിന് പിന്നാലെ തന്നെ അവർ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ PS സഞ്ജീവ് അവിടെ പ്രവർത്തകരോട് സംസാരിക്കുന്നത്.